നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ പുറത്താക്കി ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും സ്വദേശിവൽക്കരണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. സ്വദേശിവൽക്കരണം പിടിമുറുക്കിയ സൗദിയിൽ മതിയായ കാരണമില്ലാതെ 12,500ഓളം സ്വദേശികൾ ജോലി ഉപേക്ഷിച്ചു പോയതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഗവൺമെന്റിന്റെ ഓഗാസ് സൗദി ഗസറ്റ് നടത്തിയ നിരീക്ഷണം അനുസരിച്ചാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 77 പ്രകാരം 5,761 സൗദി ജീവനക്കാർ രാജിക്കത്ത് സമർപ്പിച്ചതായും 6,759 ജീവനക്കാരെ പിരിച്ചുവിട്ടതായും കണ്ടെത്തി. 2021 പകുതിയിൽ 3,335 പുരുഷന്മാരും 2,426 വനിതാ ജീവനക്കാരും രാജിക്കത്ത് സമർപ്പിച്ചു. തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 77 പ്രകാരം രാജിക്കത്ത് സമർപ്പിച്ച സൗദികളുടെ ആകെ എണ്ണം 5,761 ആയിരിക്കുന്നു. ഈ ജീവനക്കാരിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് കരാറുള്ളവരാണ്. കൂടാതെ തൊഴിലുടമകൾക്ക് അവരുടെ കരാറിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. കൂടാതെ കരാർ വ്യവസ്ഥകൾ പരിധിയില്ലാത്ത ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കരാറിന്റെ മുൻകാലയളവിലെ ഓരോ വർഷവും 15 ദിവസത്തെ വേതനത്തിന് തുല്യമായ നഷ്ടപരിഹാരം നൽകണം. ഏകദേശം 31 സൗദികളാണ് പ്രതിദിനം രാജിക്കത്ത് സമർപ്പിച്ച സൗദികൾ. 2,665 സ്ത്രീ ജീവനക്കാരും 4,094 പുരുഷ ജീവനക്കാരും ഉൾപ്പെടെ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 77 അനുസരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട സൗദി ജീവനക്കാരുടെ എണ്ണം 6,759 ആയിരിക്കുന്നു. അതേസമയം ആർട്ടിക്കിൾ 77 അനുസരിച്ച് ഒരു കക്ഷി നിയമവിരുദ്ധമായ കാരണത്താൽ കരാർ അവസാനിപ്പിക്കുമ്പോൾ കരാർ അവസാനിപ്പിച്ച തൊഴിലാളിയുടെ ജോലി ചെയ്ത വർഷങ്ങളിലെ ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനത്തിന് തുല്യമായ നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ട്. തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 80 പ്രകാരം കരാർ അവസാനിപ്പിച്ച സൗദികളെ സംബന്ധിച്ചിടത്തോളം 2021 രണ്ടാം പകുതിയിൽ അവരുടെ എണ്ണം ഏകദേശം 15,116 പുരുഷന്മാരും സ്ത്രീകളുമാണ്. 82 സൗദി പുരുഷന്മാരെയും സ്ത്രീകളെയും പിരിച്ചുവിട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.